മോഡ്യൂൾ 4 ഹീറ്റ് ട്രാൻസ്ഫറിലെ സെക്കൻഡ് സെറ്റാണ് തെർമൽ റേഡിയേഷൻ. ഇത് PDF-നകത്തൊന്ന് വായിച്ച് നോക്കണം. ചിലപ്പോൾ ഒരു മാർക്കിന് വല്ലതും വീണ് കിട്ടി ഇതൊന്ന് വായിച്ചു ജസ്റ്റ് റീഡെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കുക. ശേഷം ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അബ്സോർബിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിസിവിറ്റി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം 1 മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ 3 മാർക്കിനായിരിക്കും, അല്ലെങ്കിൽ 7 മാർക്കിനായിരിക്കും. 7 മാർക്കിനാണ് ഇത് 3 എഴുതി വെക്കണം. ഇതിൻ്റെ 3 ഡെഫിനിഷനും അതിൻ്റെ ഈ സിമ്പിൾസ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് എഴുതുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 7 മാർക്കിനാണെങ്കിലും 1 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും വേണ്ടി ഈ ഒരു ഡ്രോയിങ് 1 മാർക്കിന് വേണ്ട 3 മാർക്കാണെങ്കിൽ ഈ ഒരു ഫിഗർ അങ്ങ് വരയ്ക്കണം. ആദ്യം ഇൻസിഡൻറ്റ് റേഡിയേഷൻ, റിഫ്ലക്റ്റഡ്, അബ്സോർബ്ഡ്, ട്രാൻസ്മിറ്റഡ്, ഈ ഒരു ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കുക. പിന്നെ ഡെഫിനേഷൻ നോക്കി. എന്താണ് അബ്സോർപ്റ്റിവിറ്റി? അബ്സോർപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പൽ ആൽഫയാണ്. ഇതാണ് ആൽഫ സിമ്പൽ. Absorptivity of a surface is defined as the fraction of radiation energy incident upon that surface from all direction and over all wavelength that is absorbed by the surface. ഇത് പറഞ്ഞൊന്നുമില്ല. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് വേണ്ടി കാണുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഒരു റേഡിയേഷൻ ഒരു ഹീറ്റ് എനർജി, റേഡിയേറ്റിംഗ് എനർജി അത് ഒരു സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എവിടുന്ന് പറയുന്നു? ഫ്രം ഓൾ ഡയറക്ഷൻ, ഏത് സൈഡിൽ നിന്ന് വന്ന് വീണോട്ടെ, ആൻഡ് ഓവർ ഓൾ വേവ് ലെങ്ത്, അതിൻ്റെ വേവ് ലെങ്ത് എന്തും ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് ഭാഗം അത് അബ്സോർബ് ചെയ്യും എന്നാണ് ഈ അബ്സോർപ്റ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്സോർപ്റ്റിവിറ്റി ഡെഫിനിഷൻ ഇതാണ്. അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ സർഫസ് is defined as the fraction of radiation energy incident upon that surface from all direction and over all wavelength is absorbed by the surface. ഏത് സർഫസിലേക്കാണോ വീഴുന്നത്, അത് ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, ഏത് വേവ് ലെങ്ത് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ആയിട്ടുണ്ട് ഈ ഒരു വാക്ക്, ഫ്രാക്ഷൻ, കുറച്ച് ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഭാഗം ആ ഒരു സർഫസ് അത് അബ്സോർബ് ചെയ്യും. അതാണ് അബ്സോർപ്റ്റിവിറ്റി. ഇനി അടുത്ത സെറ്റ് നോക്കി. എൻ്റെ ഇതൊക്കെ വായിച്ചുവിടാനാണ്. PDF-നകത്ത് നോക്കി വായിച്ചു. ജസ്റ്റ് 1 മാർക്കിനോ എല്ലാം കിട്ടിയാൽ അബ്സോർബിലിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് സോഴ്സ് ടെമ്പറേച്ചർ. അപ്പോൾ വാട്ട് ഈസ് അബ്സോർബിലിറ്റി? ഈസ് എ സോഴ്സ് ഓഫ് ടെമ്പറേച്ചർ. സം മെറ്റീരിയൽ ആൽഫ ഈസ് ഹൈ അറ്റ് ലോ ടെമ്പറേച്ചർ. ചില മെറ്റീരിയൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരുപാട് ആ കിട്ടുന്ന എനർജി മൊത്തം അങ്ങ് അബ്സോർബ് ചെയ്യും. പിന്നെ സം മെറ്റീരിയൽ ആൽഫ ഈസ് ഹൈ അറ്റ് ഹൈ ടെമ്പറേച്ചർ. കുറച്ചിന് ആൽഫ, അതായത് അബ്സോർബിലിറ്റി കൂടുതലായിരിക്കും ഹൈ ടെമ്പറേച്ചറിൽ. അതിൻ്റെ ഉദാഹരണമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു വിടാൻ നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിവിറ്റിയാണ്. അതിൻ്റെ സിമ്പിൾ റോ ആണ്, RHO, റോ ഓഫ് എ സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഉണ്ടോ, ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ എനർജി ഇൻസിഡൻറ്റ് ഓൺ ദാറ്റ് സർഫസ്, ആ സർഫസ് ഫ്രം ഓൾ ഡയറക്ഷൻ ഓൾ വേവ് ലെങ്ത് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ സ്പേസ്. ഓക്കെ, ഈ ഒരു വാചകം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ കണ്ടോ. ഡയറക്ഷൻ ആൻഡ് ഓവറോൾ വേവ് ലെങ്ത് ദാറ്റ്, അത് കഴിഞ്ഞ ശേഷം ഈസ് അബ്സോർബ്ഡ് ബൈ ദ സർഫസ്. ഇവിടെ ഈസ് റിഫ്ലക്റ്റഡ്, കാരണം റിഫ്ലക്റ്റഡ്, അപ്പോൾ റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു സ്പേസ്. അപ്പം അത് ഒരെണ്ണം പഠിച്ച ഏകദേശം രണ്ടാമത് പഠിച്ചതിന് തുല്യമാണ്. ഇത് മാത്രം രണ്ടാമത് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ സ്പേസ്. ഉദാഹരണത്തിന് ഒരു മിററിലേക്ക് വീഴണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം അത് അങ്ങ് അബ്സോർബ് ചെയ്യും. അതായത് ആൽഫ, അതായത് 100%-നകത്ത് നിന്ന് ഒരു 50%, ചിലപ്പോൾ 50 കൂടുതലായിരിക്കാം, 100%-ൽ കുറച്ച് ഭാഗം അത് അബ്സോർബ് ചെയ്യും, കുറച്ച് ഭാഗം ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കൂട്ട് വരുന്നത് 1 ആയിരിക്കും. അത് കുറച്ച്, അതായത് 60% അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 40% അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 100% ആവും, 100%. അപ്പോൾ ഈ 100% ഉദ്ദേശിക്കുന്ന 1 ഉദ്ദേശിക്കുന്നത് യൂണിറ്റി. ഇനി അടുത്തത് ട്രാൻസ്മിസിവിറ്റി. അത് ടോയാണ്, TAU, ഈ സിമ്പിൾ ടോയാണ്. ഓഫ് എ ട്രാൻസ്പെറൻറ്റ് സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് upon it that passes through the surface. ഇത് പറയുന്നത് നമ്മുടെ ഗ്ലാസ് വെയിലത്ത്, നമ്മൾ വെയിലുള്ള മുറി ഗ്ലാസ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചൂടറിയാൻ നോക്കും അല്ലേ.
അപ്പോൾ അത് സംഭവിക്കുന്നത് അവിടെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചൂട് വന്ന് വീഴുന്നു, അത് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ആ ഗ്ലാസ് തന്നെ അബ്സോർവ് ചെയ്യും, കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ചൂട് അറിയാൻ ഒക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഉദാഹരണം. നമ്മുടെ ഗ്ലാസ് ഫോർ എ ട്രാൻസ്പെറൻറ്റ് ബോഡിക്ക് ഏതുള്ളത്, ട്രാൻസ്മിസിറ്റി ഉള്ളതല്ല, ട്രാൻസ്മിസിവിറ്റി ഉള്ളത് ട്രാൻസ്പെറൻറ്റ് സർഫസിനാണ്. ഇത് വെച്ച് ഫോർ എ ട്രാൻസ്പെറൻറ്റ് ബോഡി സം ഓഫ് അബ്സോർപ്റ്റിവിറ്റി ആൻഡ് റിഫ്ലക്റ്റിവിറ്റി ഈസ് ലെസ് ദാൻ യൂണിറ്റി ആൻഡ് ഡിഫറൻസ് ഈസ് കോൾഡ് ട്രാൻസ്മിസിവിറ്റി ഓഫ് ബോഡി. അതായത് ഈ സം ഓഫ് അബ്സോർപ്റ്റിവിറ്റി ആൻഡ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഇതാണ് സം ഓഫ് അബ്സോർപ്റ്റിവിറ്റി റിഫ്ലക്റ്റിവിറ്റി. അത് ഒന്നായിരിക്കുകയില്ല. അപ്പോൾ എന്താണ് അതിന് ഒന്നാകാൻ സഹായിക്കുന്നത്, അതാണ് ഈ ട്രാൻസ്മിസിവിറ്റി ഓഫ് ബോഡി എന്ന് പറയുന്നത്. ഫോർ എ ട്രാൻസ്പെറൻറ്റ് ബോഡി സം ഓഫ് അബ്സോർപ്റ്റിവിറ്റി റിഫ്ലക്റ്റിവിറ്റി ഈസ് ലെസ് ദാൻ ഒന്നായിരിക്കും, ഒന്നിൽ കുറവായിരിക്കും. ആൻഡ് ആ ഒന്നാകാൻ എത്രയൂടെ വേണോ അതായിരിക്കും ആ ട്രാൻസ്മിസിവിറ്റി ഓഫ് ദ ബോഡി. അതായത് ഇവിടെ നമ്മൾ ടോ എഴുതിയിരിക്കണം. ഇത് ശരിക്കും ഇതില്ലാതെ തന്നെ ഒന്നാകേണ്ടതായിരുന്നു. ഇതില്ലാതെ തന്നെ നമ്മൾ മുകളത്തെ കേസ് നോക്കി, ഈ കേസ് നോക്കി വണ്ണാകേണ്ടത്. പക്ഷേ ഈ ട്രാൻസ്പെറൻറ്റിൻ്റെ കേസിൽ അതൊന്നല്ല. അപ്പോൾ എന്തോ ഒരു കുറവ് വന്നിട്ട് ആ കുറവാണ് ട്രാൻസ്മിസിറ്റി ഓഫ് ബോഡി. അപ്പോൾ ഇനി ടോ ഡെൽറ്റ ഈസ് കോൾഡ് സ്പെക്ട്രൽ എമിസിവിറ്റി ആൻഡ് ടോ ഈസ് സിംപ്ലി കോൾഡ് ട്രാൻസ്മിസിവിറ്റി. ഈ ഒരു ഫിഗർ വളരെ അത്യാവശ്യമാണ്. ഈ ഡെഫിനിഷൻ ഇത്രയും പഠിച്ചു വെക്കുക. ഇതൊന്ന് എഴുതിക്കോണം, ഇത് എഴുതിക്കും. ഇതാകുമ്പോൾ ഒരു ഇച്ചിരി കൂടെ എടുപ്പ് കിട്ടും. ഇത് അറിയാമെന്ന ഇതൊക്കെ എഴുതുവാണെങ്കിൽ മാർക്ക് നല്ലോണം വീഴും. ഇത് രണ്ടുകൂടെ കൂട്ടുന്ന എഴുതുന്നു, ഇത് രണ്ടുകൂടെ കൂട്ടി എഴുതുന്നു. ഇത്രയും ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം പഠിച്ചു വെക്കുക. അത് മാത്രം പഠിച്ചാൽ മതി അതിനകത്ത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് റേഡിയേഷനിലെ ബ്ലാക്ക് ബോഡി കൺസെപ്റ്റ്. ഡെഫിനിഷൻ ഇതാണ്: എ ബ്ലാക്ക് ബോഡി ഈസ് കൺസിഡേർഡ് ടു അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഫ്രം all direction at all wavelength without reflecting, transmitting or scattering it. ഇത് പറയുന്നത് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനും, അത് ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, ഏത് വേവ് ലെങ്ത് ആയിക്കോട്ടെ, എവിടെ നിന്ന് അതിലേക്ക് വന്ന് റേഡിയേഷൻ വന്ന് പതിച്ചാലും ആദ്യം പറഞ്ഞ റിഫ്ലക്റ്റിവിറ്റി അബ്സോർബ് അതൊന്നും ചെയ്യില്ല. റിഫ്ലക്റ്റിവിറ്റിയും ചെയ്യില്ല, ട്രാൻസ്മിറ്റും ചെയ്യില്ല. അത് വരുന്ന 100% റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അപ്പം ബ്ലാക്ക് ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റിയില്ലേ, അതിൽ ആൽഫ എന്ന് പറയുന്നത് 1 ആണ്. അതിൽ എന്ത് വന്ന് വീഴുന്നു അത് മൊത്തം അത് അബ്സോർബ് ചെയ്യും. എ ബ്ലാക്ക് ബോഡി ഈസ് കൺസിഡേർഡ് ടു അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഫ്രം ഓൾ ഡയറക്ഷൻ അറ്റ് ഓൾ വേവ് ലെങ്ത് വിത്തൗട്ട് റിഫ്ലക്റ്റിംഗ്, ട്രാൻസ്മിറ്റിംഗ് ഓർ സ്കാറ്ററിംഗ് ഇറ്റ് for a given temperature and wavelength. No other body can emit ആണ്, ഇത് emit ആണ്, EMIT, emit more radiation than a black body. അതായത് അബ്സോർബ് ചെയ്യുന്ന അത്രയും തന്നെ എമൗണ്ട് ഹീറ്റ് അത് തിരിച്ച് അല്ലെ അതേപോലെ തന്നെ അതേ തീവ്രതയിൽ തന്നെ അത് റിഫ്ലക്റ്റും ചെയ്യും. അപ്പം കിട്ടുന്ന റേഡിയേഷൻ മൊത്തം അത് 100% ആയിട്ട് അത് റിഫ്ലക്റ്റും ചെയ്യും. ഇപ്പം ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന 100% റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്യും, ആ 100% അതിനെ എമിറ്റും ചെയ്യും. എന്ന് വെച്ചാൽ വന്ന് വീഴുന്ന എമിറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. അതായത് ബ്ലാക്ക് ബോഡിക്കകത്തൊരു എനർജി ഉണ്ടെങ്കിൽ ആ എനർജി മൊത്തം 100% അത് എമിറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കണ്ട കണ്ടൻസർ, ഞങ്ങളെ ഫ്രിഡ്ജിൻ്റെ കണ്ടൻസർ കോയിൽ കാണിച്ചില്ലേ, അതും മറ്റു കാര്യങ്ങളെല്ലാം കറുത്തിരിക്കുന്നത്. എവിടെയാണോ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് വേണ്ട അതായത് എൻജിൻ്റെ ഫിൻസുകൾ അത് കറുത്ത പെയിൻറ്റിലാണ് അറിയുക. ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ആണെങ്കിലും മിക്കതും കറുപ്പാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി. അതായത് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലെ കോവിൽ അത് കറുപ്പാണ്. ഈ കറുപ്പ് കൊടുക്കാൻ കാരണം എന്തുവാ? അത് പെർഫെക്റ്റായിട്ട് എമിറ്റ് ചെയ്യും. അപ്പോൾ അതും ആ കറുത്ത നിറം ബ്ലാക്ക് ബോഡിയല്ല. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ 100% അബ്സോർബ് ചെയ്യുക, 100% റിഫ്ലക്റ്റ് ചെയ്യും. കറുത്ത നിറമായെന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി ആകണമെന്നില്ല. എന്നാലും മറ്റ് നിറങ്ങളെ അപേക്ഷിച്ച് കറുപ്പിന് എമിസിവിറ്റിയും അതുപോലെ അബ്സോർഷനും കൂടുതലാണ്.
അത് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ വീടിൻ്റെ മണ്ടയ്ക്ക് വെള്ള പെയിൻ്റ് അടിക്കാൻ കാരണവും അത് തന്നെയാണ്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബോഡി വരുന്ന 100% ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അബ്സോർബും ചെയ്യുന്നില്ല, റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ, എമിറ്റിംഗ് ഒന്നുമില്ല, മൊത്തം അങ്ങ് റിഫ്ലക്റ്റ് ചെയ്ത് കളയും. അത് വൈറ്റ് ബോഡി എന്ന് പറയും. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് ഗ്രേ ബോഡി. കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പഠിക്കുന്ന ഏറ്റവും ബേസിക് ബ്ലാക്ക് ബോഡിയാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഡെഫിനിഷൻ കാണാതെ പഠിച്ചോ. എ ബ്ലാക്ക് ബോഡി ഈസ് കൺസിഡേർഡ് ടു അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഫ്രം ഓൾ ഡയറക്ഷൻ അറ്റ് ഓൾ വേവ് ലെങ്ത് വിത്തൗട്ട് റിഫ്ലക്റ്റിംഗ്, ട്രാൻസ്മിറ്റിംഗ്, സ്കാറ്ററിംഗ് ഇറ്റ്. ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് വേവ് ലെങ്ത് നോ അതർ ബോഡി ക്യാൻ എമിറ്റ്. ഇത് എമിറ്റ് എന്നാണ്. മോർ റേഡിയേഷൻ ദാൻ എ ബ്ലാക്ക് ബോഡി. എ ബ്ലാക്ക് ബോഡി ഈസ് പെർഫെക്റ്റ്ലി ബ്ലാക്ക് ടു തെർമൽ റേഡിയേഷൻ അറ്റ് ഓൾ വേവ് ലെങ്ത് ഫ്രം, ഇത് ലാംഡയാണ് സിമ്പിൾ, ലാംഡ 0 വേവ് ലെങ്ത് മുതൽ ഇൻഫിനിറ്റ് വേവ് ലെങ്തിലുള്ള റേഡിയേഷനെ ഇത് ഒന്നിൽ എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യും. ഇതാണ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി 100% റേഡിയേഷനും അബ്സോർബ് ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചറിയാൻ നോക്കൂ. ബ്ലാക്ക് ബോഡി ഇതിൻ്റെ എമിസിവിറ്റിയാണ് എപ്സിലോൺ ഇസിക്കൽ ടു ആൽഫ. അതായത് എത്ര തന്നെയാണോ അത് വരുന്നത് വന്നു കയറുന്ന അത്ര തന്നെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് 1 ആയിരിക്കും, 100% ആണ്. പിന്നെ അടുത്തതാണ് എമിസിവിറ്റി ആൻഡ് എമിസീവ് പവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻസാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമിസിവിറ്റി ആൻഡ് എമിസീവ് പവർ. Emissivity of a surface is defined as a ratio of the energy emitted by a real surface to that emitted by a black body at the same temperature. Its value between 0 and infinity. ഇത് പറഞ്ഞത് റേഷ്യോ ആണ്. ഒരു ബ്ലാക്ക് ബോഡി എത്ര റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു അതിനെ മറ്റൊരു ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നു. എത്ര എഫിഷ്യൻ്റ്, അതായത് നമുക്കൊരു റെഫറൻസ് ഉണ്ടല്ലോ ഒരു കാര്യം പറയാനൊക്കത്തില്ല. അപ്പം ഒരു ബോഡി, ഈ കേസിൽ നമുക്ക് 2 ബോഡി നോക്കാം. ഒന്ന് ബ്ലാക്ക് ബോഡിയും ഒന്ന് റിയൽ ബോഡിയുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണ്. നമ്മളീ പറയുന്നത് എമിസിവിറ്റി എന്നതിനെപ്പറ്റി പറയുന്നത്. അപ്പം ഈ ബ്ലാക്ക് ബോഡി കുറച്ച് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതായിരിക്കും ബ്ലാക്ക് ബോഡി ആയിരിക്കും എത്രയും പെർഫെക്റ്റായിട്ട് എമിറ്റ് ചെയ്യുക എന്ന് നമ്മൾ ഡെഫിനിഷൻ അത് പഠിച്ചു. അതുപോലെ അത് മാത്രമല്ല, ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? -273 ആകുന്ന വരെ ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ബോഡിയേക്കാളും എത്ര പെർഫെക്റ്റായിട്ട് ഈ റിയൽ ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. പക്ഷേങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയതായ ഇത്. അപ്പം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അതിനേക്കാളും എത്ര കുറവെന്ന് ഇവിടെ പറയാൻ കൂടുതലെന്ന് പറയാൻ ഒക്കില്ല. എത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ശരിക്കും അത് ഈ ബ്ലാക്ക് ബോഡിയേക്കാളും എത്ര കുറവാണ് ഇതിൻ്റെ റേഡിയേഷൻ കപ്പാസിറ്റി, എത്ര റേഡിയേറ്റ് ചെയ്യുന്നത് കുറവാണ് എന്നാണ് നമ്മൾ ഇതിനകത്തൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു റേഷ്യോ ആയിട്ട് പറയും. അപ്പോൾ ഇതിൻ്റെ റേഡിയേഷൻ E ആയിക്കോട്ടെ, ഈ റിയൽ ബോഡി ഡിവൈഡ് ബൈ ഈ ബ്ലാക്ക് ബോഡി, ഈ കിട്ടുന്നതാണ് ഇതിൻ്റെ ഈ റേഷ്യോ. അത് 0.1 0.2 അങ്ങനെ അങ്ങ് പോയി 1 ആണെങ്കിൽ എന്താണ്, ഈ ബ്ലാക്ക് ബോഡിയും റിയൽ ബോഡിയും സെയിം ആയിരിക്കും. അതൊരിക്കലും സംഭവിക്കുകയില്ല. എപ്പോഴും ഇത് കൂടുതലും ഇത് കുറവായിരിക്കും. അതായത് ഇതായിരിക്കും എമിസിവിറ്റി, ഇതിനായിരിക്കും കൂടുതൽ പെർഫെക്റ്റ്ലി എമിറ്റ് ചെയ്യുന്നു ബ്ലാക്ക് ബോഡി. പക്ഷേ റിയൽ ബോഡി അത്രയും ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മളുടെ താരതമ്യ പഠനമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എമിസിവിറ്റി ഓഫ് എ സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എനർജി emitted by a real surface that emitted by a black body at the same temperature. അതായത് സെയിം ടെമ്പറേച്ചറുള്ള ഈ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്നത് ഈ സെയിം ടെമ്പറേച്ചറുള്ള തന്നെ റിയൽ ബോഡി എമിറ്റ് ചെയ്യുന്നുള്ള ഒരു താരതമ്യ പഠനം. അതാണ് ഈ എമിസിവിറ്റി. ആ താരതമ്യത്തിൻ്റെ പേരാണ് എമിസിവിറ്റി. അപ്പോൾ ആ റേഷ്യോ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ RB ഡിവൈഡ് ബൈ ഈ BB. RB വെച്ചാൽ റിയൽ ബോഡി, എമിസിവിറ്റി ഓഫ് ബ്ലാക്ക് ബോഡി. ശേഷം അടുത്തത് നോക്കി,
ദ ടോട്ടൽ റേഡിയൻ്റ് എനർജി എമിറ്റഡ് ഇൻ എ യൂണിറ്റ് ടൈം ബൈ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് എമിസീവ് പവർ. അപ്പോൾ ഇതാണ് എമിസീവ് പവറിൻ്റെ ഡെഫിനിഷൻ. ഇതാണ് എമിസിവിറ്റിയുടെ ഡെഫിനിഷൻ. ഇതും കാണാതെ പഠിച്ചോണം. അപ്പോൾ ഇതിൻ്റെ ഡെസിഗ്നേഷൻ ഇ ആണ്. എമിസീവ് പവറിൻ്റെ ഡെസിഗ്നേഷൻ ഇ ആണ്. എമിസിവിറ്റിയുടെ എപ്സലോൺ ആണ് ശരിക്കും. വേണ്ടി ഇങ്ങനൊരു എപ്സലോൺ എന്ന് പറയാം. എപ്സലോൺ വേണ്ടി കാണിച്ചിരിക്കുകയാണ് എപ്സലോൺ. ഇത് നമ്മൾ പറഞ്ഞില്ലേ, റിയൽ ബോഡി ഡിവൈഡ് ബൈ ബ്ലാക്ക് ബോഡി. റിയൽ ബോഡിയേക്കാളും എത്ര കുറവാണ്, ബ്ലാക്ക് ബോഡിയേക്കാളും എത്ര കുറവാണ് റിയൽ ബോഡി എമിറ്റ് ചെയ്യുന്നത്. അത് ഈ ഇക്വേഷൻ അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 0.1 0.2 മുതൽ <1 വരെ ആയിരിക്കും ഈ എപ്സലോൺ. ഇതിൻ്റെ പേര് എപ്സലോൺ ആണ്. എപ്സലോണിൻ്റെ വാല്യൂ വരിക. ഇത് നോക്കിയാൽ ഇതാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. റേഡിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. അതിനകത്ത് പറയുന്നത് ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ്, ഇത് ഡെഫിനിഷനാണ്, ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബ്ലാക്ക് ബോഡി അറ്റ് എ ടെമ്പറേച്ചർ T per second. ഉച്ച സ്പീഡിലാണ് വായിച്ചത് അല്ലേ. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ബ്ലാക്ക് ബോഡി അറ്റ് എ ടെമ്പറേച്ചർ T per second. അത് ഈ ഉദ്ദേശിക്കുന്നത് അറിയോ, ഒരു ബ്ലാക്ക് ബോഡി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുക. ഏത് ഒരു യൂണിറ്റ് ഏരിയ ആയിരിക്കും, ഒരു യൂണിറ്റ് സെക്കൻഡ്. അത് എത്രയാണ്? ഇത്രയുമായിരിക്കും. ആ എമിസീവ് പവർ ഇത്രയായിരിക്കും. നമ്മൾ നോക്കി എമിസീവ് പവർ ഇ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇതായിരിക്കും? ഈ സിഗ്മ T⁴. അതായത് സ്റ്റീഫൻ ബോൾട്സ്മാൻ പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഏത്? പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഏതൊരു ടെമ്പറേച്ചർ അറ്റ് എനി ടെമ്പറേച്ചർ ഇൻ എ യൂണിറ്റ് സെക്കൻഡ് എന്നത് E=സിഗ്മ T⁴ തുല്യമായിരിക്കും എന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ പറയുന്നത്. അപ്പോൾ ഏരിയ യൂണിറ്റ് ആണ്, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, ആൻഡ് ടൈം 1 സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പോൾ T എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് റേഡിയേഷനിലെ എല്ലാ ടെമ്പറേച്ചറിലും കെയിലായിരിക്കണം, ഡിഗ്രി കെൽവിൻ. പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് 5.67 × 10⁻⁻8 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ⁴. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാമെങ്കിലും അഥവാ ക്വസ്റ്റ്യനൊന്നും ഇല്ല, ഡെഫിനിഷൻ മാത്രമാണ് ചോദിച്ചെങ്കിൽ ഇത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു വാല്യൂ കാണാതെ പഠിച്ച് വെച്ചേക്കണം. ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. സ്റ്റീഫൻ ബോൾട്സ്മാൻസ് ലോ പറയുന്നത് ഹീറ്റ് എമിറ്റഡ് ബൈ ഓർ അബ്സോർബ്ഡ് ബൈ എനി ബ്ലാക്ക് ബോഡി പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു ബ്ലാക്ക് ബോഡി, ശ്രദ്ധിച്ചേക്കുക, ഒരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു ബ്ലാക്ക് ബോഡി ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ പവർ, ഈ എന്ന് പറഞ്ഞാൽ എമിസീവ് പവർ, ഈ ടെമ്പറേച്ചറിൻ്റെ ഫോർത്ത് പവറിൻ്റെയും സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീഫൻ ബോൾട്സ്മാൻ നിയമം പറയുന്നത് എങ്ങനെയാണ്? ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ഒരു യൂണിറ്റ് ഏരിയ സൈസുള്ളതും ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്നു. ഒരു സെക്കൻഡ്, ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ്. ഏരിയയും സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ടെമ്പറേച്ചറിൻ്റെ ഫോർത്ത് പവറിൻ്റെയും സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറയുന്നത്. അത് മാത്രമല്ല വേറൊരു ചെറിയൊരു നോളജ് പറയണം. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്യാത്തതിന് കാരണം ഇത് വായിച്ചും പോണേ. ഇഫ് എ ബ്ലാക്ക് ബോഡി ഈസ് സറൗണ്ടഡ് ബൈ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി, നമ്മളല്ല എല്ലാ ബ്ലാക്ക് നിറവും ബ്ലാക്ക് അല്ല, അല്ലെങ്കിൽ എല്ലാ ബ്ലാക്ക് ബോഡിയും ബ്ലാക്ക് അല്ല. 100% എന്താണോ അബ്സോർവ് ചെയ്യുന്നത് അതിനെയാണ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. 100% റേഡിയേഷൻ അബ്സോർവ് ചെയ്യുന്നതിനെ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നു. അപ്പോൾ നോക്കി, ഇഫ് എ ബ്ലാക്ക് ബോഡി ഈസ് സറൗണ്ടഡ് ബൈ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അറ്റ് എ ടെമ്പറേച്ചർ T0, ദി എനർജി റിസീവ്ഡ് ഫ്രം ദി സറൗണ്ടിങ്സ് ദി എമൗണ്ട് ടു T⁴. എമൗണ്ട് എന്ന് പറയുന്നത് T⁴ ആയിരിക്കും. ആൻഡ് നെറ്റ് ടോട്ടൽ ലോസ് എനർജി പെർ യൂണിറ്റ് ഏരിയ
ഒരു യൂണിറ്റ് ഏരിയ യൂണിറ്റ് സെക്കൻഡിൽ ഉണ്ടാകുന്ന എനർജി ലോസ് എന്ന് പറയുന്നത് ഇതായത് എമിസി പവർ ഇസിക്കൽ ടു സിഗ്മ. ഏത് സ്റ്റീഫൻ ബോൾട്സ്മാൻ തന്നെയാണ്. പക്ഷേ ഇത് ഇവിടെ നോക്കി 2 എണ്ണം വന്നിട്ടുണ്ട്, 2 ബോഡി വന്നിട്ടുണ്ട്. ഒന്ന് നോർമൽ ബ്ലാക്ക് ബോഡി, ഒന്ന് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഫോർത്തിൻ്റെ വ്യത്യാസമായിരിക്കും. ക്ലാസ്സിൽ ആരോ ചോദിച്ചായിരുന്നു ഇത് T-T0 എന്ന് ടോട്ടൽ ഇവിടെ 4 ഇട്ടാൽ പോരുന്നത്. അങ്ങനെയല്ല, അത് ഇങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ നമ്മളിനി പ്രോബ്ലം ചെയ്യാൻ നേരത്തും 2 ബോഡിയും 2 ടെമ്പറേച്ചറും പറയുവാണെങ്കിൽ സിഗ്മ T⁴ മൈനസ് T⁴, അതായത് സറൗണ്ടിങ്സും അല്ലെങ്കിൽ 2 ബോഡിയുടെ ടെമ്പറേച്ചർ വ്യത്യാസം. ഇത് പിന്നുണ്ട്, ഏരിയ ഉണ്ട്, പിന്നെ ടൈമുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. നോക്കി, പെർ സെക്കൻഡ്, യൂണിറ്റ് സെക്കൻഡ്, പെർ യൂണിറ്റ് ഏരിയ. ഈ സാധനം മിസ്സായിരുന്നു. ഓക്കെ. പിന്നുള്ളത് ബ്ലാക്ക് ബോഡി, ഗ്രേ ബോഡിയാണ്. ഇതൊന്ന് വായിച്ച് നോക്കണം, PDF നോക്കി ഒന്ന് വായിച്ച് നോക്കണം. ഗ്രേ ബോഡി, അതിൻ്റെ ഫോർമുല ഇതാണ്. ഗ്രേ ബോഡി എന്ന് പറയുമ്പോൾ അത് അതായത് ബ്ലാക്ക് ബോഡിയുടെ അത്രയും പെർഫെക്റ്റ് അല്ല, 100% അല്ല. അപ്പം ഈ എമിസിവിറ്റിയുടെ ഇതിനോടൊപ്പം ചേർക്കണം. ഈ എമിസി പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രേ ബോഡിയുടെ കേസ്, അതായത് മറ്റ് ബോഡിയുടെ കേസിൽ, ബ്ലാക്ക് ബോഡി അല്ലാത്ത കേസിൽ എമിസിവിറ്റിയുടെ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എമിസിവിറ്റി എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനകത്ത് തരും 0.4 നമ്മൾ പ്രോബ്ലം ചെയ്തതിനകത്ത് 0.4 ആണ് ഇരിക്കുന്നത്. 0.4 0.5. ഇതെന്തോ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഇത് ഏരിയ, ഇത് ടെമ്പറേച്ചർ T⁴. ഇനി ഇവിടെ 2 ടെമ്പറേച്ചർ ഉണ്ടല്ലോ, 2 250 ഡിഗ്രിയാണ്. അതിനെ കെൽവിനിലേക്ക് മാറ്റണം. -500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 500നെ കെൽവിനിലേക്ക് മാറ്റി. അപ്പം 500 - 250 പവർ എപ്പോഴും 2ന് 4 ആയിരിക്കണം. മനസ്സിലായോ? ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതൊന്ന് മൊത്തത്തിൽ വായിക്കണേ. ഇത് മാത്രമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞ 2 ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞത്. 2 ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇഫ് എനി ബോഡി അറ്റ് T degree K പ്ലേസ്ഡ് an enclosure at T0 ഡിഗ്രി കെൽവിൻ. എല്ലാ റേഡിയേഷൻ്റെ എല്ലാ പ്രോബ്ലം കെൽവിനിലാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേറ്റഡ് ബൈ ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ സിഗ്മ എമിസി പവർ. സിഗ്മ അല്ലത്, ഇത് എപ്സിലോൺ ആണ്. സിഗ്മ 0.1 അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും. എമിസി പവർ ആയിരിക്കും, എമിസിവിറ്റി ആയിരിക്കും. എമിസി പവർ അല്ല, എമിസിവിറ്റിയാണ്. എമിസിറ്റി ഓഫ് ദ ബോഡി, പിന്നെ സർഫസ് ഏരിയ, സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഈ വാല്യൂ കാണാതെ പഠിക്കുക. പിന്നെ 2 ടെമ്പറേച്ചറിൻ്റെ 4th പവർ. ഇതെല്ലാം എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്? നമ്മൾ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പ്രകാരം. ഇനി നമുക്ക് തെർമലിൻ്റെ പ്രോബ്ലം നോക്കാം. തെർമലല്ല, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്. എ ബ്ലാക്ക് ബോഡി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഹീറ്റഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഇൻ എമിസി പവർ. ഒറ്റ ബോഡിയെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ 2 ടെമ്പറേച്ചറുണ്ട്. ഒറ്റ ബോഡിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, 2 ടെമ്പറേച്ചറുണ്ട്. നോക്കിയേ, ആദ്യമേ തന്നെ റേഡിയേഷൻ ആണെന്ന് തോന്നിയ ഉടനെ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ എമിസി പവർ, എമിസിവിറ്റി തുടങ്ങിയ വാക്കുകൾ കണ്ടാൽ ഉടനെ അത് മനസ്സിലാക്കുക, റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിലെല്ലാം കെൽവിൻ. നോക്കി, T1 ഇതാണ് T1 പ്ലസ് 273 കെൽവിനിലായി. T2 ഇത് ഒരേ ബോഡിയുടെ 2 ടെമ്പറേച്ചർ. ഇതിൻ്റെ അർത്ഥം എന്താ പറയുക? 20 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്ന ഒരു ബോഡിയെ ആ 100 ഡിഗ്രിയിലേക്ക് ഹീറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 20 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, അതിനായിട്ട് അടുപ്പിലിട്ടു. അപ്പോൾ 100 ഡിഗ്രി ആയി. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിൻ്റെ എമിസി പവർ അത്രയാണ്. ഇപ്പോൾ 20 ഡിഗ്രി റൂം ടെമ്പറേച്ചറല്ലേ എമിസി പവർ ഉണ്ടാകുമോ? അപ്പം 20 ഡിഗ്രിയുള്ള സാധനം എമിസി പവർ ഉണ്ടാകുമോ? അതായത് കാരണം റൂം ടെമ്പറേച്ചർ അല്ലേ? അല്ല. 20 ഡിഗ്രിയിലാണേലും -273 ആകുന്നിടം വരെ ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യും. റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാതിരിക്കണമെങ്കിൽ അത് 0 കെൽവിനിലായിരിക്കണം. അപ്പോൾ ഈ കേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 5.67 × 10⁻⁸ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഇത് മിസ്സായല്ലേ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അങ്ങനെയാണെങ്കിൽ സ്റ്റീഫൻ ബോൾട്സ്മാൻ ഫോർമുലയ്ക്കകത്തോട്ട് സ്റ്റീഫൻ ബോൾട്സ്മാൻ എമിസി പവറാണ് ഇതിനോട്ട് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 20ൻ്റെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. രണ്ട് നോക്കി, EB സിഗ്മ ⁴ വിട്ടു 299. T1ൻ്റെ വാല്യൂ ഇട്ടിരുന്നത് ⁴. അപ്പോൾ ആൻസർ കിട്ടി. അത് 20 ഡിഗ്രി ആയിരുന്നപ്പോൾ അതിൻ്റെ എമിസി പവർ ആയിരുന്നു. ആ സെയിം ബോഡി 100 ആയപ്പോൾ, അതായത് 373, അതിനെ 100 ഡിഗ്രിയിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ എമിസി പവർ എത്രയാണ്? 1000. ഇത് നമ്മൾ വ്യത്യാസം എത്രയാണ്? ഈ കിട്ടിയതിനെ കിട്ടിയതുകൊണ്ട് മൈനസ് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. അതായത് ഒരേ ബോഡിയാണ്, ഒറ്റ ബോഡിയേ ഉള്ളൂ. അതിൻ്റെ ടെമ്പറേച്ചർ 20 ആയിരുന്നു, അതിൻ്റെ നമ്മൾ ചൂടാക്കി 100 ആക്കി. അപ്പോൾ ഇവിടുത്തെ എമിസി പവർ എത്രയാണ്, ഇവിടുത്തെ എമിസി പവർ എത്രയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്.
ഇനി അടുത്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നോക്കി, എ മെറ്റൽ ബോൾ ഈസ് 140 mm diameter and mass 10 kg is heated to a temperature of 227 degree and suspended in a box whose wall are at a temperature of 27 degree. What is the rate of heat loss? സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. നോക്കി, ഒരു മെറ്റൽ ബോൾ അവിടെ തന്നെ പണി കിട്ടും. ഇത് ഡയമീറ്റർ തന്നപ്പോൾ നമ്മൾ ചാടി കയറി πr² അല്ലെ 2πr വെച്ചങ്ങ് കഴിച്ചു. അതല്ല, ശ്രദ്ധിക്കണം, ബോളിൻ്റെ സർഫസ് ഏരിയയുടെ ഫോർമുല വേറെയാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. ശേഷം പിന്നെ 27 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ കെൽവിലാക്കണം, 227 ഡിഗ്രി ഇതിനെയും കെൽവിലാക്കണം. പിന്നെ വേറെ എന്തെങ്കിലും മാറ്റാമുണ്ടോ? ഇല്ല. നേരെ mc പവർ അല്ലെങ്കിൽ E = അല്ലെങ്കിൽ ΔQ/T ഈ ട്രാൻസ്ഫർ എന്താ പറയുക, ഇവിടെ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി വിൽ ഫോൾ മോസ്റ്റ് റാപ്പിഡ്ലി വെൻ ഇറ്റ് റേഡിയേറ്റ് എനർജി ലൈക്ക് എ ബ്ലാക്ക് ബോഡി. സോ എമിസിവിറ്റി 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ പറഞ്ഞ ചില സമയത്ത് എമിസിവിറ്റി 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോള് അതിന് 227 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട്. അത് ഈ ബോക്സിനകത്ത് ടെമ്പറേച്ചർ എത്രയാണ്? 27. അപ്പോൾ ഈ എത്ര എമിസി പവർ ഉണ്ടാകുന്നു? പക്ഷേ ഇവിടെ 2 ടെമ്പറേച്ചറുണ്ട്. ശ്രദ്ധിച്ചു, 2 ടെമ്പറേച്ചർ, 2 ബോഡിയുണ്ട്. മറ്റിടത്ത് ഒരു ബോഡി 2 ടെമ്പറേച്ചർ, ഇവിടെ 2 ബോഡി 2 ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് T1 ഉണ്ട്, T0 ഉണ്ട്, T ഉണ്ട്, T0 ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഫോർമുല എഴുതി, എമിസിവിറ്റി 1 ആയിട്ട് തന്നെ എമിസിവിറ്റി നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഈ എപ്സിലോൺ എന്നുള്ള വാല്യൂ എഴുതണ്ട, എമിസിറ്റി 1 ആണ് നമ്മളിവിടെ പറയുന്നുണ്ട്. ശേഷം ഈ വാല്യൂ 5.67 ഏരിയയാണ് ഒരു പ്രശ്നം. ഇവിടെ ബോളാണ്, സർക്കിളല്ല. അപ്പം ഇതിനെ മീറ്ററിലേക്ക് മാറ്റുന്നു. ഇതാണ് ഫോർമുല. 4πr², 2πr² അല്ല, സോറി, 4πr² π/4 d⁴ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതല്ല, 4πr² ആണ് ഏത് ബോളിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എന്നിട്ട് 4π × ഏരിയ കിട്ടി. ഇത് എത്ര? ഇതിനെ മീറ്ററിലേക്ക് മാറ്റി 10⁻³ ചെയ്യുന്നു. അതിൻ്റെ പാതി, അതായത് 140 × 10⁻³ /2 അതാണ് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ. ഇതിൻ്റെ സ്ക്വയർ ആണിത്, മീറ്റർ സ്ക്വയർ. ഇത്ര കിട്ടും. ശേഷം 2 ടെമ്പറേച്ചറുണ്ട്. 270 ടെമ്പറേച്ചറിന് നമ്മൾ +273 കൊടുത്ത് 500 കെൽവിനായി. റൂം ടെമ്പറേച്ചർ 27 ആയിരുന്നു, 27 പ്ലസ് കെൽവിനിലേക്ക് മാറ്റി 300 ആക്കി. ഇനി ഡയറക്റ്റ് ഈ ഫോർമുലയ്ക്ക് അത് അപ്ലൈ ചെയ്യാം. സ്റ്റീഫൻ ബോൾസ്മാൻ അറിയാം, ഏരിയ കണ്ടുപിടിച്ചു. ഇത് T4 ഏതാണ്? 500. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏരിയ ഉണ്ട്, T1 ഉണ്ട്, എന്താ T1, T0 ഉണ്ട്, ⁴ ആണല്ല. അപ്പോൾ ഈ ആൻസർ കിട്ടും. ഈ പ്രോബ്ലത്തിൽ അയൺ ബോൾ ഈസ് ഹാവിങ് സർഫസ് ഏരിയ 4 × 10⁻² m². അപ്പോൾ ഏരിയ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ 727 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉടനെ അപ്പോഴേ മാറ്റിക്കണം കെൽവിനിലേക്ക്. പ്ലേസ് ഇൻ ആൻ എൻക്ലോഷർ അറ്റ് 227 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ. പക്ഷേ ഇവിടെ 227 ഡിഗ്രി ആയിരുന്നു, ഇതിന് 727 ആണ്. ഇന്ന് വ്യത്യാസമുള്ളൂ. സർഫസ് എമിസിവിറ്റി കണ്ടോ, എമിസിവിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലായി ഈ ടെമ്പറേച്ചർ ഇത് എന്തോ ടിസ്റ്റ് ഉണ്ട്. എമിസിവിറ്റി കണ്ടപ്പോൾ റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്. മാത്രമല്ല സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് തന്നിരിക്കുന്നു. ഇപ്പോൾ റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്. എമിസിവിറ്റി ഈ എപ്സിലോൺ എന്ന് പറയുന്നത് 0.4 ആണ്. ഫൈൻ ദ ഹീറ്റ് റേഡിയേറ്റഡ് ബൈ ദ ബോൾ. അപ്പോൾ ഈ സിമ്പിളാണ്. ഏരിയ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എപ്സിലോൺ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 2 നമ്മൾ കെൽവിനിലേക്ക് മാറ്റുന്നു. ശേഷം Q = ഇത് എപ്സിലോൺ AG. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്തുകൊണ്ട് വന്നു? അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എമിസിവിറ്റി. നമ്മൾ ആദ്യമേ സ്റ്റീഫൻ ബോൾസ്മാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേ ബോഡിയുടെ കൂട്ടത്തിൽ ഗ്രേ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ എമിസിവിറ്റിയുടെ കൂട്ടും. എമിസിവിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ 0.1 0.2 ആ ഒരു വാല്യൂ ആയിരിക്കും. ഇവിടെ നമ്മൾ എമിസിവിറ്റിയുടെ കൂട്ടി, കാരണം ഇതൊരു ഗ്രേ ബോഡിയാണ്. എന്തുകൊണ്ട് ഗ്രേ ബോഡി എന്ന് മനസ്സിലായി? എമിസി പവർ തന്നിട്ടുണ്ട്. അപ്പോൾ എമിസി പവർ 0.4 ഏരിയ കണ്ടുപിടിച്ചവിടെ. അത് ഏരിയ കണ്ടുപിടിച്ച് ഇതാണ് ഏരിയ. പിന്നെ സിഗ്മ അത് 5.67. നമുക്ക് ഇനി കാണാതെ പഠിച്ചു വെച്ചോണം. ഇത് 5.7 ആണ് എഴുതിയിരിക്കുന്നത്. 5.67 ആണ്. 5.7 എല്ലായിടത്തും എഴുതിക്കുന്നത്. ഓക്കെ, 5.7 തന്നെ പഠിച്ചു വെച്ചു. 10⁻8 ഇതെന്താണ്? 1000. അതായത് 723 കെൽവിൻ വാല്യൂ ആണ് 1000 ⁴.
220 ° കെൽവിൻ വാല്യൂ 500. അപ്പോൾ ഈ കിട്ടുന്നതാണ് ആൻസർ. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണേ. ഈ പറയുന്ന ഒന്ന് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഈ പ്രോബ്ലം എല്ലാം എഴുതിയെടുക്കുക. ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോർമുലയെ പറ്റി ഐഡിയ കിട്ടും. ഈ കൺവേർഷൻസിനെ പറ്റി എല്ലാം ഒരു ധാരണയാവും. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ചാടിക്കയറി ചെയ്യാൻ ഒക്കില്ല. ചെയ്ത് തന്നെ നോക്കണം.